എഫ് എല്ലാ 20 പാർലമെൻറ്റ് മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവരെല്ലാം തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലാണ്. UDFന് ഇപ്പോഴും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊരു വ്യക്തമായ ധാരണ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ഇടയിലെ പടലപ്പിണക്കങ്ങളൊന്നും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആകെ അവർ ഇരുട്ടിൽ തപ്പുകയാണ് ഇപ്പോഴും. അപ്പോൾ അവരുടെ ഒരു സ്ഥാനാർത്ഥികൾക്ക് തന്നെ LDFൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നതോടുകൂടി തന്നെ പല ഉന്നതന്മാരും മത്സരരംഗത്തുനിന്ന് പിന്മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ LDFൻ്റെ നിശ്ചിതമായ വിജയം ഏതാണ്ട് മുൻകൂറായി തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് പൊതുവിൽ. ഇപ്പം ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ മണ്ഡലങ്ങൾ സന്ദർശിച്ച ജനങ്ങളുടെ ഒരു പ്രതികരണം എന്താണ്? ഞാനിപ്പോൾ 3 അസംബ്ലി മണ്ഡലങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. 2006-ലും 2011-ലും 2016-ലും. അപ്പോൾ ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നതും മനസ്സിലാക്കുന്നതും വളരെ ആവേശകരമായ ഒരു സ്വീകാര്യതയാണ് LDFൻ്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. എല്ലായിടത്തും വളരെ നല്ല പ്രതികരണമാണ്, ആവേശകരമായ പ്രതികരണമാണ് പ്രവർത്തകരിലും ജനങ്ങളിലും അനുഭവപ്പെടുന്നത്. സിറ്റിംഗ് അല്ല, ഞാൻ അങ്ങനെ കാണുന്നില്ല. കാര്യം വെച്ചാൽ അദ്ദേഹം എൻ്റെ തീരുമാനമായിരിക്കാം മത്സരിക്കേണ്ടതില്ല എന്ന്. ഞാൻ അതിനെക്കുറിച്ച് വേറൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഉണ്ടെങ്കിലും നല്ല ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിക്കുമെന്ന് ഉറച്ച വിശ്വാസം. പ്രധാനമായിട്ട് എന്ത് വിഷയം ഉയർത്തിയാണ് ജനങ്ങളുടെ അടുക്കൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വികസനപരമായ കാര്യങ്ങളിലെ നിഷ്ക്രിയത്വമാണ്. കാര്യം നമ്മുടെ റെയിൽവേ, നമ്മുടെ ടൂറിസം, അതുപോലെ തന്നെ ദേശീയ ജലപാത, പോർട്ട്, അതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ, ദേശീയപാത എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമ്മുടെ റെയിൽവേ വാഗൺ ഫാക്ടറിയുമായിട്ടുള്ള ഉണ്ടാക്കുക എന്നുള്ളത്, റെയിൽവേയുമായിട്ടുള്ള നമ്മുടെ പ്രോജക്റ്റുകൾ, അങ്ങനെ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളിൽ നമ്മുടെ ഒരു കഴിഞ്ഞ 10 വർഷക്കാലം വളരെയധികം വികസനം ഒരിടിപ്പ് അഭിമുഖീകരിക്കുന്നൊരു മണ്ഡലമാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം. കഴിഞ്ഞ 5 വർഷത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തെ ഭരണം രാജ്യത്തെ ജനങ്ങളാകെ വെറുക്കുകയാണ്. ഇന്നോളമുണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള വർഗീയമായ ചേരിതിരിവുകൾ, രാജ്യത്തിനകത്തും പുറത്തും അതിർത്തിയിലും എല്ലാം സംഘർഷം, പശുവിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, വോട്ട് അസാധുവാക്കുന്നതിനെ തുടർന്നുണ്ടായിട്ടുള്ള ദാരുണമായ ജീവിത പ്രശ്നങ്ങൾ, കർഷക ആത്മഹത്യ, അതുപോലെ തന്നെ ബാങ്ക് കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ കൊള്ളക്കാർക്ക് അവസരം ഒരുക്കി കൊടുക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. യുവാക്കളോട് പറഞ്ഞ വാക്കുകളൊന്നും പാലിച്ചില്ല. ഇങ്ങനെ ഇക്കാരണങ്ങളാലൊക്കെ ജനങ്ങൾ അങ്ങേയറ്റം വെറുക്കുന്നൊരു ഭരണമായി മോദി ഭരണം മാറി. തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം കാലാവസ്ഥയുടെ അത് ഭയങ്കര ചൂടാണ്. ഈ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസഹ്യമായ ചൂടാണ്. ഇപ്പം ചൂടും കൂടി വന്നപ്പോൾ ശാരീരികമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നാലും പക്ഷേ അത് തെരഞ്ഞെടുപ്പുകളിലെല്ലാം സ്ഥിരം ഇങ്ങനെ അഭിമുഖീകരിച്ച് ശീലമുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു.